പോലീസിനപ്പോൾ ബോധ്യമുണ്ട് ഇത് വ്യാജമായ കാർഡാണെന്ന്. ആ വ്യാജമായ കാർഡിന്റെ പേരിൽ എന്തിനാണ് ഷാഫി പറമ്പിലിനെ ക്രൂശിക്കുന്നതെന്നാണ് ആവർത്തിച്ച് വസന്ത് തികുമ്പള്ളി ചോദിക്കുന്നത്. അതുകൊണ്ട് സർവകക്ഷി യോഗത്തിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള എല്ലാ അധ്യായവും നമ്മൾ മറക്കാം എന്നതായിരിക്കുമോ CPM-ന്റെയും നിലപാട്? ഡോക്ടർ അരുൺ, ഇപ്പോ ഈ എന്റെ കൂടെ ഇരിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഇവര് നടപടിയെടുക്കുമെന്ന്. എന്തിനാ ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞ ശോഭിൻ തോമസിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കൈകളിലില്ലേ? എത്ര വൃത്തികെട്ട രീതിയിൽ അദ്ദേഹം എഴുതിയത്. ഇവർ പ്രൊമോട്ട് ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ മറ്റേ ജില്ലാ സെക്രട്ടറി ആക്കുക ശോഭിൻ തോമസ്. ഒരു എബിൻ കൊടങ്കര, അരുൺ അറിയാലോ, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലുള്ളവരെ എല്ലാം ആക്ഷേപിച്ച ഒരുത്തനായിരുന്നു എബിൻ കൊടങ്കര, കോട്ടയം കുഞ്ഞച്ചൻ എന്നുള്ള പേരിൽ. അന്ന് അയാള് യൂത്ത് കോൺഗ്രസിന്റെ എന്തോ ഒരു പ്രാദേശിക ഭാരവാഹിയാ. ഇന്ന് ആരാന്നറിയോ? ഇന്ന് കോട്ടയത്തെ ജില്ലാ സെക്രട്ടറി മറ്റോ ആണ് പോലും. ഈ കോട്ടയം കുഞ്ഞച്ചൻ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയി പ്രൊമോഷൻ കൊടുത്തു. അന്ന് തന്നെ സരിൻ എന്ന് പറയുന്ന ഇവരുടെ നേരത്തെ ഇപ്പൊ BJP-യിൽ പോയ ആന്റണിയുടെ മകൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന സരിൻ അദ്ദേഹത്തെ സ്വീകരിച്ച് പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. ഇതൊക്കെ പകൽ പോലെ തെളിഞ്ഞതാ. ഇതിനി പോലീസും കോടതിന്റെ ആവശ്യമുണ്ടോ? ഇവരുടെ തന്നെ ഔദ്യോഗിക പേജുകളിൽ പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളല്ലേ നമ്മൾ കാണിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വസന്ത്. വസന്ത് തിരിച്ചു ചോദിക്കുന്നു, അതായത് വടകര വിഷയത്തിൽ അശ്ലീല പ്രയോഗം നടത്തിയവർ, ആ അശ്ലീല പ്രയോഗം നടത്തി അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചവർ, കമന്റ്സ് ഇട്ടവർ, ഇവർക്കൊക്കെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തോ വസന്തേ? അല്ലതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനെന്തിനാണ് പോലീസ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലെന്ന് ചോദിക്കുന്നത്. വേറെ എന്തെങ്കിലും പറയുന്നത് ഒരു ഗൗരവമില്ല ഒരു വിഷയം ഉന്നയിക്കുമ്പോ പാർട്ടി നടപടിയെടുത്തോ? പരസ്യമായി തള്ളിപ്പറഞ്ഞോ? ഹരീഷ് നന്ദനം എന്ന് പറയുന്ന നിങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി ഇത്തരത്തിലൊരു ദൃശ്യം പങ്കുവെക്കുമ്പോൾ അയാൾക്കെതിരെ നടപടിയെടുത്തോ? ഇതൊന്നും നടപടിയെടുക്കാതെ സർവകക്ഷി യോഗത്തിലേക്ക് എങ്ങനെ കോൺഗ്രസിന് തലയുയർത്തി പിടിച്ച് വരാൻ കഴിയും? അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുടെ കാര്യമില്ല അരുൺ പറയുന്നത്. അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് KSEB മന്ത്രിയായ MM മണിക്കെതിരെ നടപടിയെടുത്തോ? പ്രാദേശിക തലത്തിലേക്ക് തരം താഴ്ത്തിയോ? എന്തിനാണെന്ന് ഒരു ഗൗരവമില്ലാത്ത ഇയാൾ എവിടുന്നാ വരുന്നത്? എന്തേലും മാത്രമാണ് വിളിച്ചു പറഞ്ഞിട്ട്. ഞാൻ തിരിച്ചു വരാം. Debate with Arun Kumar.